Okay. What about jobs? How many people are unemployed here? Young people. So in the last 10 years, if you look back at CPM's rule, at the LDF rule, what you see is that your lives have not got better. കഴിഞ്ഞ 10 വർഷത്തെ CPM-ന്റെയും LDF-ന്റെയും ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ യാതൊരു ഗുണപരമായ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. And now the MP of Wayanad for the last 1 year, little more than 1 year, and I see very closely the problems and the struggles that you face. ഞാൻ കഴിഞ്ഞ 1 വർഷമോളമായിട്ട് വയനാടിന്റെ MP-യാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ആളുകളെയാണ്. I can see that all of you have struggled and worked extremely hard to educate your children. And most young people I come across are well educated. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. ഈ കേരളത്തിൽ ഒട്ടേറെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഉണ്ടായപ്പോഴും അതിനൊരു കഠിന പ്രയത്നമായി മാറുകയാണ്. When I come across young people in Kerala who are well educated, very often they don't have jobs. ഞാൻ ഇവിടുത്തെ യുവാക്കളായിട്ടുള്ള ആൾക്കാരെ വലിയ നല്ല പഠിത്തമുള്ള നല്ലപോലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരിൽ പലർക്കും ജോലിയില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. And if they do have jobs, those jobs are outside the state. ഇനി അവർക്ക് തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിൽ എല്ലാം സംസ്ഥാനത്തിന് പുറത്താണ്. So the opportunities that you could have in your state itself have been reduced. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ തൊഴിലവസരങ്ങളെല്ലാം വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് കാണാം. As MP in Wayanad, I have learned what a jewel Kerala is. ഞാൻ വയനാടിന്റെ MP എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളം എന്നുള്ളത് എത്രമാത്രം രത്നത്തെ പോലെ അമൂല്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. If there is one state which has resources, natural beauty, opportunities for tourism, opportunities for jobs in every possible way, it is this state. ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് ടൂറിസത്തിന്റെ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തിലാണെങ്കിലും അതുപോലെ തൊഴിലവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കേരളമാണ് ഈ രാജ്യത്തുള്ള ഒരേ ഒരു സംസ്ഥാനം. അത്രയേറെ സാധ്യതകൾ ഇവിടെയുണ്ട്. You are an ideal for the rest of the country. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങൾക്ക് ഒരു മാതൃകയാണ്. Your social fabric in which for centuries people of all religions, everybody has lived together peacefully. It's an example for the rest of India. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ മതസൗഹാർദ്ദം അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികമായ ഇടയെടുപ്പം ഈ രാജ്യത്തെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഒരുമിച്ച് സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു മാതൃകയാണ്. And your greatest asset is the people of Kerala. Intelligent, hardworking, diligent. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ആസ്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. വിവേകബോധ്യമുള്ള വിദ്യാഭ്യാസമുള്ള ഏറ്റവും നല്ല ചെറുപ്പക്കാർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആസ്തി. And extremely well educated. വളരെ നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് അവർ. Wherever in the world I go, I am sure to bump into somebody from your state and to feel proud that he is an Indian. ഞാൻ ലോകത്തിന്റെ എവിടെ പോയാലും അവിടെയെല്ലാം വെച്ച് ഏതെങ്കിലും ഒരു മലയാളിയെ കാണാൻ ഇടവരാറുമുണ്ട്. അത് എനിക്ക് വലിയ അഭിമാനവും നൽകുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് എന്നുള്ളത്. And yet here in Kerala, you have been victims of a corrupt government that has worked for corporates more than it has worked for you. പക്ഷേ അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾ എല്ലാവരും അഴിമതിയുടെയും കുത്തകവൽക്കരണത്തിന്റെയും ഒരു സർക്കാരിന്റെ ദുർഭരണത്തിന്റെ ഇരകളാണ്. You have seen greed and corruption rule for the last 10 years. നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം അഴിമതിയും അതുപോലെ തന്നെ അത്യാഗ്രഹവുമാണ് ഈ സംസ്ഥാനത്തെ ഭരിച്ചത്. Look at the healthcare system. The whole healthcare system is crumbling. Even though the best nurses, doctors in the world are from Kerala. നിങ്ങൾ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ നോക്കുക. ഈ ആരോഗ്യ രംഗം മുഴുവൻ തകർച്ചയിലാണ്.
ഈ ലോകത്തെ ഏറ്റവും നല്ല ഡോക്ടർമാർ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഉള്ളപ്പോഴും കേരളത്തിന്റെ ആരോഗ്യരംഗം തകർച്ചയിലേക്ക് പോവുകയാണ്. The state is burdened by debt, and as I said, there's record unemployment. ഈ സംസ്ഥാനം അത്തരത്തിൽ വലിയ റെക്കോർഡായിട്ടുള്ള തൊഴിലില്ലായ്മയും സർവകാല റെക്കോർഡ് ഇട്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. We all know how contracts are awarded in Kerala today. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സർക്കാരിന്റെ കീഴിൽ എങ്ങനെയാണ് കരാറുകൾ നൽകപ്പെടുന്നത് എന്നുള്ളത്. And now that the elections are coming closer, it's pretty obvious that there has been a secret deal between the LDF and the BJP. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും ഇന്ന് LDF-ഉം BJP-യും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ട് എന്നുള്ളത്. We have seen massive theft in Sabarimala, but nothing, not one word from the Prime Minister. പ്രിയങ്ക ഗാന്ധി കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. സണ്ണി ജോസഫിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി പേരാവൂരിലേക്ക് എത്തിയിട്ടുള്ളത്.